ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിനാഗിരിയോ സോപ്പ് പൊടിയോ ഹാർപ്പിക്കോ അങ്ങനെയുള്ള ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കുനിഞ്ഞു നിന്ന് പുല്ല് പറിച്ച് നടുപൊടിക്കാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ പുല്ലെല്ലാം വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണക്കിക്കളയാം. ദിവസവും നമ്മൾ വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. 10 പൈസ മുടക്കില്ലാതെ നമ്മുടെ മുറ്റത്തുള്ള പുല്ലിനെ കരിച്ച് കളയാനുള്ള അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ഈ കഞ്ഞിവെള്ളം. വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന 2 കുഞ്ഞു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് വീട്ടമ്മമാർക്ക് ഉണ്ടാകുന്ന വലിയൊരു തലവേദനയാണ് നമ്മുടെ മക്കളുടെ ഷൂ ഒക്കെ നനഞ്ഞിരിക്കുന്നത്. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഷൂസൊക്കെ നിർബന്ധമായിട്ടുള്ള സ്കൂളുകളുണ്ട്. ഈ മഴക്കാലത്ത് വൈകുന്നേരം സ്കൂളിൽ വിട്ടു വരുന്ന കുട്ടികളുടെ ഷൂസൊക്കെ നനഞ്ഞ് കുതിർന്ന് വീർത്തായിരിക്കും ഇരിക്കുന്നത്. കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, ഓഫീസിലൊക്കെ പോകുന്ന ജെൻസിൻ്റെയും ഷൂസിൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. പിറ്റേ ദിവസം ഇടാനുള്ള ഇങ്ങനെ നനഞ്ഞു കുതിർന്ന ഷൂസൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നനഞ്ഞു വീർത്ത ഒരു കട്ടിയുള്ള ഷൂ ആണിത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇതുപോലെ കട്ടിയുള്ള ഷൂസ് ഉണക്കാനായിട്ട് വെറും അരമണിക്കൂർ മാത്രം മതി. അപ്പോൾ കുട്ടികളുടെയൊക്കെ കട്ടിയില്ലാത്ത ഷൂ ആണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും. നനഞ്ഞ് അഴുക്കൊക്കെ പിടിച്ച ഷൂ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കത് കുറച്ച് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അടുത്തായിട്ട് നമുക്കതിൽ ഇൻസോൾസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നനഞ്ഞ ഷൂ ഒക്കെ ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ മാത്രമാണ് കേട്ടോ. കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയതിന് ശേഷം നമുക്ക് ആ ഷൂവിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഷൂവിൻ്റെ അറ്റത്തേക്ക് നന്നായിട്ട് തിരികെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പേപ്പർ ചുരുട്ടിയെടുത്ത് ഷൂവിൻ്റെ ഉൾഭാഗം മുഴുവനും ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ നിറച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റേ ഷൂവിൽ നമുക്ക് പേപ്പർ ചുരുട്ടി ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 ഷൂവിലും നല്ല ടൈറ്റായിട്ട് തന്നെ പേപ്പർ നിറച്ചതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഷൂ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടോ. ഷൂ ഉണങ്ങുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഉള്ളിൽ വെച്ചേക്കൊന്ന് ന്യൂസ് പേപ്പറൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം. കണ്ടോ, പേപ്പറൊക്കെ നന്നായിട്ട് നനഞ്ഞു കുതിർന്നിരിക്കുന്നത്. ഷൂവിനകത്തെ വെള്ളം മുഴുവനും ഈ പേപ്പർ വലിച്ചെടുത്തു. വെറും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഷൂ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതും ഇത്രയും തിക്കായിട്ടുള്ള ഷൂ ആണ് അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഉണക്കിയെടുത്തത്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഇത്രയും കട്ടിയില്ലാത്ത ഷൂ ആണെങ്കിൽ വെറും 10 മിനിറ്റ് മാത്രം മതി ഉണക്കിയെടുക്കാൻ. ഷൂവിനകത്ത് പേപ്പർ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെക്കാം. ഇങ്ങനെ ഫാനിൻ്റെ കീഴിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഷൂവിനകത്തുള്ള നനവ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഈ മഴക്കാലത്ത് വീട്ടമ്മമാർക്ക് യൂസ്ഫുള്ളാകുന്ന നല്ലൊരു ടിപ്പാണിത്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഡെയിലി ഷൂ ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അതിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. ഷൂവിനകത്ത് ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വെറും 2 ഐറ്റംസ് മാത്രം മതി. ഈ ടിപ്പ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പൗഡറാണ്. മുഖത്ത് ഇടുന്ന ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ. 1 സ്പൂണോളം പൗഡറും കൂടി നമുക്ക് ഈ ചായപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ ചായപ്പൊടിയും ടാൽക്കം പൗഡറും ബാഡ് സ്മെല്ലിനെ അബ്സോർബ് ചെയ്യാൻ വളരെ എഫക്റ്റീവായ ഐറ്റംസ് ആണ് കേട്ടോ. ഇനി നമുക്ക് 2 പീസ് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ആവശ്യമുള്ളത്. ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് കോട്ടൺ ക്ലോത്ത് എടുത്താലും മതി. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ചായപ്പൊടി പൗഡർ മിക്സിൽ നിന്നും ഒരല്പം എടുത്ത് ഈ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മടക്കി എടുത്തതിന് ശേഷം അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. 2 ടിഷ്യൂ പേപ്പറിൽ നമുക്കിതുപോലെ ചായപ്പൊടി പൗഡർ മിക്സ് ഇട്ട് പൊതിഞ്ഞെടുക്കാം. ഇനി ഇത് ഓരോന്നും എടുത്ത് ഓരോ ഷൂവിനകത്തേക്കും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷൂവിനകത്തെ ബാഡ് സ്മെല്ലിനെ നമ്മുടെ പൗഡറും ചായപ്പൊടിയും അബ്സോർബ് ചെയ്ത് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കട്ടെ ഷൂവിനകത്ത്. പിന്നെ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2 ആഴ്ചത്തേക്ക് നമുക്കിത് തന്നെ യൂസ് ചെയ്യാം. ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ ഷൂവിനകത്തേക്ക് പഴുതാരയും ഉറുമ്പൊക്കെ കയറാറില്ലേ. ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ തേയിലയുടെയും പൗഡറിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് ഉറുമ്പും പാറ്റയും പഴുതാരും ഒന്നും ഷൂവിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അപ്പോൾ ഈ ടിപ്സ് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് പുല്ലുണക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇനി പറയുന്നത്. വിനാഗിരിയോ സോപ്പ് പൊടിയോ ഹാർപ്പിക്കോ അങ്ങനെയുള്ള ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കുനിഞ്ഞു നിന്ന് പുല്ല് പറിച്ച് നടുപൊടിക്കാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ പുല്ലെല്ലാം വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണക്കിക്കളയാം.
ഇതിനായിട്ട് തലേ ദിവസത്തെ നല്ല കട്ടി കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ലിറ്ററോളാണുള്ളത്, അതായത് 750 ml. ഇതിൽ കഞ്ഞിപ്പാടയും ചോറിൻ്റെ തരികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുപൊടിയാണ്. ഉപ്പുപൊടിക്ക് പകരമായിട്ട് കല്ലുപ്പും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് മിക്സ് ആക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പുപൊടി എടുത്തത്. നിങ്ങൾ കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതായത് നമുക്ക് രാവിലെയാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഈ കല്ലുപ്പ് അലിഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. 3 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് കേട്ടോ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ 4 സ്പൂൺ ഉപ്പിടണം. ഇനി ഇതിലേക്ക് 250 ml, അതായത് 1/4 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഉപ്പുപൊടി ഇട്ടതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഉപ്പൊക്കെ നന്നായിട്ട് അലിയിച്ചതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി കഞ്ഞിവെള്ളം ആയതുകൊണ്ട് സ്പ്രേ ബോട്ടിലിലൊക്കെ സ്പ്രേ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് സാധാ പ്ലാസ്റ്റിക് ബോട്ടിലിലേക്ക് ഒഴിച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ ക്യാപ്പിൽ കുറച്ച് വലിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാനും സാധിക്കും. അപ്പോൾ പുല്ലുണക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നേരെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല വെയിലുള്ള സമയത്ത് രാവിലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ പുല്ല് കണ്ടോ, നല്ല പടർപ്പൻ പുല്ലാണ് കേട്ടോ ഇത്. എത്ര പറിച്ച് കളഞ്ഞാലും ഇത് പിന്നെയും ഉണ്ടായി വരും. പുല്ലിൻ്റെ ഇലകളിലേക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ധാരാളം പൈസയൊക്കെ കൊടുത്ത് കെമിക്കൽസൊക്കെ വാങ്ങിച്ച് മുറ്റത്ത് പുല്ല് കളയാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണിത്. ഇതിലാണെങ്കിൽ ഒരു തരി പോലും കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മണ്ണിനും ഒരു കേടുണ്ടാവില്ല. മാത്രമല്ല മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ഒച്ച്, ഉറുമ്പ്, പുഴുക്കൾ ഇവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ സാധിക്കും. കഞ്ഞിവെള്ളവും നമ്മുടെ ഉപ്പും അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഇതാ കണ്ടോ, 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പുല്ലിൻ്റെ അവസ്ഥ. വെറും 1 മണിക്കൂർ കൊണ്ട് പുല്ലൊക്കെ നന്നായിട്ട് വാടി ഉണങ്ങി വന്നിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പുല്ലിൻ്റെ അവസ്ഥ കണ്ടോ, നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ നാളെ നമുക്കിത് കത്തിച്ച് കളയാവുന്നതാണ്. അത്രയ്ക്ക് ഉണങ്ങി കിട്ടും നമ്മുടെ പുല്ല്. നല്ല കട്ടി കഞ്ഞിവെള്ളത്തിലാണ് ഉപ്പ് കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്തത്. അപ്പോൾ കഞ്ഞിവെള്ളവും ഉപ്പും ചേർന്ന ഈ മിക്സ് ഇലകളിലെല്ലാം പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇലകൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റാതെ വരികയും ഇലകൾ കരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ചെടി അപ്പാടെ ഉണങ്ങിപ്പോകും. കഞ്ഞിവെള്ളവും ഉപ്പും വെച്ച് വീട്ടുമുറ്റത്ത് പുല്ലുണക്കാനുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളവും ഉപ്പും ഒക്കെ കലക്കിയെടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ്. ഈ ടിപ്പ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനൊരു പാടുമില്ല. പുല്ലൊക്കെ പറിക്കാൻ മടിയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. പ്ലാസ്റ്റിക് ചാക്കോ സിമെൻറ്റ് ചാക്കോ അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുല്ലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് പോലെ ഇത് പെട്ടെന്നൊന്നും പുല്ലുണങ്ങി കിട്ടില്ല കേട്ടോ. ഒരാഴ്ചയെങ്കിലും പിടിക്കും ഇതൊന്നും ഉണങ്ങിക്കിട്ടാൻ. കണ്ടോ, ഒരാഴ്ച കൊണ്ട് പുല്ലിൻ്റെ വേര് വരെ ഉണങ്ങിപ്പോയത്. ഒരു തരി പോലും കെമിക്കൽസ് ചേർക്കാതെ മുറ്റത്ത് പുല്ലുണക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്